Hi, hello everyone. It's me Abhirami Suresh and I'm back with a vlog again. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യണത്. അതിന് വേറൊന്നും കൊണ്ടല്ല, കുറച്ചധികം പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പണികൾ കിട്ടി. ആൻഡ് എല്ലാം സോർട്ട് ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്തൊക്കെ വരുന്നതെന്ന് പറയുന്നത് ഒരു കാര്യത്തിലൊന്നും പ്രാക്ടിക്കലല്ല. സോ ഐ തോട്ട് ഇന്നിപ്പോൾ ഞാൻ അത്ര ആക്ച്വലി ഭയങ്കര ആക്റ്റീവല്ല, അത്ര ഹെൽത്തി ആയിട്ടിരിക്കുന്നൊരു ദിവസം ഇച്ചിരി വയ്യാണ്ടിരിക്കുക. പക്ഷെ എന്നാലും ഇനിയിപ്പോൾ ഇന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങ് പോയി പുഷായി പോകേണ്ടി വന്നേനെ. അപ്പോൾ ഐ തോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റിയിലിട്ട് ഒരു Q&Aയിൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള റിപ്ലൈ ഒക്കെ ഈ വീഡിയോയിൽ പറയാമെന്ന്. എനിക്ക് ചെറിയ ഒഞ്ഞങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് ഷെഡേ ഈ വീഡിയോ തീർക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ വീഡിയോ കാണുന്നതിൽ പലരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ബെല്ലൈക്കൺ അമർത്തുന്നില്ല. അതിനുള്ള കാരണം ഞാൻ ആലോചിച്ച് വെറുതെ വിഷമിക്കുന്നില്ല. പക്ഷേ ഈ വീഡിയോ ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ റിമൈൻഡിങ് യു ഗൈസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് യെസ് പ്രസ് ദ ബെൽ ഐക്കൺ. താങ്ക് യു. സോ ലെറ്റ് സ്റ്റാർട്ട് അല്ലേ. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം നോട്ട് കീപ്പിംഗ് വെരി വെൽ. പക്ഷേ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ടും എല്ലാം കൊണ്ടും ഞാനതങ്ങ് ചെയ്യുവാണ്. സോ ഈ സെഷൻ തുടങ്ങാനായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ, എനിക്ക് തന്നെ എന്നോടോ ബലാന്ന് ചോദിക്കാൻ തോന്നിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു സ്റ്റാർട്ട് വിത്ത് എ ഫൺ സ്റ്റാർട്ടർ. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് ഹാഡ് എനി മീനിങ് അറ്റ് ഓൾ, ബട്ട് യാ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് AU Beats എന്ന് പറയുന്ന ചേട്ടനോ ചേച്ചിയോ എനിക്ക് അയച്ചതാണ്. whether I'm getting married to Fukru and whether we share a similar character. ഫസ്റ്റ് എനിക്ക് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കാനുള്ളത്, അങ്ങനെ തോന്നാനും മാത്രം എന്താണ് കണ്ടിട്ടുള്ളത്? ആസ് ഇൻ ഞാനും ഫുക്രുവും ഞങ്ങൾ ബിഗ് ബോസിലായിരുന്നപ്പോൾ ഞങ്ങൾ മുട്ടനടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു രീതിയിലുള്ള ഞങ്ങളുടെ ഐ ലവ് യൂസ് നിങ്ങൾ കണ്ടിട്ടില്ല. ആൻഡ് എൻ്റെ ചെറുക്കൻ വളരെ നല്ല ചെറുക്കനാണ്. ചിലപ്പോൾ അവൻ അത്രയും ലൈക്ക് അടിപൊളി ആയിരിക്കില്ല ഞാൻ. അപ്പം എന്തായാലും ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു സ്പാർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ അവനെയോ അവൻ എന്നെയോ പ്രണയിക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫേസേ ഉണ്ടായിട്ടില്ല. ഹീസ് ലൈക്ക് ഫാമിലി ടു മീ. ഹീസ് അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പോഴും ബന്ധമുള്ള കുറച്ച് ആൾക്കാരിൽ എൻ്റെ ഫേവറേറ്റാണ് എൻ്റെ ഫുക്കുമോൻ. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും പ്രണയത്തിലേർപ്പെട്ടിട്ടില്ല. പിന്നെ ക്യാരക്ടറിൽ എനിക്ക് പക്ഷേ ഉത്തരം പറയിച്ചിരിക്കുന്നു. ക്യാരക്ടറിൽ സിമിലാരിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ യെസ്, ഞങ്ങളൊരു വലിയ അസുഖം ഷെയർ ചെയ്യുന്നുണ്ട്, ഭ്രാന്ത്. അതൊരു വല്ലാത്ത സിമിലാരിറ്റിയാണ്. പക്ഷെ താങ്ക് യു സോ മച്ച് AU Beats ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഇറ്റ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് മീ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യനും ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ അത്ര ഷോക്കിംഗ് ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരുടെയും ചോദ്യങ്ങൾ. നല്ല രസമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പം ഞാൻ ഓർഡറിലും അല്ല അങ്ങനെയൊന്നും അല്ല വായിക്കണം, ഞാൻ കാണുന്ന വായിക്കുകയാണ്. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ശ്രീമയ പ്രശാന്തിൻ്റെ അടുത്ത്. ഹായ് ബ്രഹ്ം ചേച്ചി, ഹലോ ഡാർലിംഗ്, ഐ ലൈക്ക് യു വെരി മച്ച്, യുവർ വേ ഓഫ് ടോക്കിംഗ് ഈസ് ഗുഡ്, താങ്ക് യു സോ മച്ച് ഡിയർ. എൻ്റെ അടുത്തൊരു 5 ചോദ്യങ്ങളാണ് പടപടയെന്ന് ചോദിച്ചാൽ. എനിക്ക് ഞാൻ റാപ്പിഡ് ഫയർ ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് തിരിച്ചിങ്ങോട്ട് 5 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഹൂസ് യുവർ വെൽ വിഷർ? എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് വൺ പേഴ്സൺ. എല്ലാവരുടെയും ശരിക്കുമുള്ള വെൽ വിഷർ എന്ന് പറയുന്നത് ഒരു സംശയമില്ലാതെ, ഒരു ഡബിൾ തോട്ടില്ലാതെയും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി അവർ പേരൻസും ഫാമിലി ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ലാതെ നിങ്ങൾ പോലത്തെ ഇപ്പം യു ആർ എ വെരി ഗുഡ് വെൽ വിഷർ, യു ആർ എ ജെന്യുവൻ വെൽ വിഷർ, അപ്പം അങ്ങനത്തെ കുറേ ആൾക്കാരും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു ചോദ്യമൊക്കെ വരുമ്പോൾ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആദ്യം എൻ്റെ ഫാമിലി തന്നെയാണ് ഓർമ്മ.
നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നമ്മൾ വെറുക്കുന്ന ഒരു കാര്യം, ഞാൻ പേഴ്സണലിയോ പ്രൊഫഷണലിയോ അല്ലാണ്ട് ഒന്നും ഒരു ഉപദ്രവം ആർക്കും ചെയ്യാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മളോട് ഇഷ്ടക്കേട് കാണിക്കുന്ന ഉള്ള ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹേറ്റേഴ്സിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ യു ക്യാൻ ഓൾവേസ് താങ്ക് ദം. വൈ? ബിക്കോസ് നമ്മുടെ ഹേറ്റേഴ്സിനെ പോലത്തെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ക്രിട്ടിക്സ് ഉണ്ടാവില്ല. അത്രയും നമ്മളെ സൂക്ഷിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന വേറെ ആരും ലോകത്തുണ്ടാവില്ല. സംടൈംസ് ഇവൻ നമ്മുടെ പേരൻസിന് കൂടെ പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ ഡ്രീം. അതിനു വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. കുറേ എങ്ങനെ ചെയ്യണം, കുറേ സക്സസ്ഫുൾ ആവണം, കുറേ സന്തോഷമുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. കാരണം ഒരു ഡ്രീമാണ് നമുക്ക് പിന്നെയും അച്ചീവ് ചെയ്യാം. നമുക്ക് കുറേ ഡ്രീംസ് ഉണ്ട് എനിക്ക്. മാരേജ് അടുത്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് വെച്ച് മാറിയിരിക്കുന്നൊന്നുമല്ല കല്യാണത്തിൽ നിന്ന്. അതിനൊക്കെ അതൊരു വലിയ ഡിസിഷൻ ആയതുകൊണ്ടും നമ്മുടെ ഫാമിലി തന്നെ നമുക്കൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പേടിയാണ് ശരിക്കും നമ്മൾ അങ്ങനത്തെ അത്രയും വലിയൊരു ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിനെ പറ്റി 100% ഉറപ്പ്. കാരണം നമ്മളെക്കാൾ കൂടുതൽ അതിനകത്ത് ഇൻറ്റർഫെയർ ചെയ്യാൻ പോകുന്ന നാളെ നമ്മളെ പോലും അറിയാത്ത ആൾക്കാരായിരിക്കും പല സൈഡ്സ് എടുക്കും. അപ്പോൾ നമ്മൾ എനിക്ക് കല്യാണം
ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോണ അപ്ലോസ് ആണെങ്കിലും എല്ലാം. പക്ഷെ ഒരു ആണുങ്ങൾ കൂടുതലുള്ള, അല്ലെങ്കിൽ ആണുങ്ങൾ പാടാൻ വരുമ്പോഴത്തേക്കും ഭയങ്കര അപ്രിസിയേഷൻ. നമ്മുടെ ബാൻഡിൽ തന്നെ സാം പാടാൻ വരുമ്പോഴത്തേക്കും, സാം എന്ന് പറയുന്ന ഒരാൾ who get seriously or royally because of these patriarchal people. Not everybody is the same. പക്ഷേ ഇതൊക്കെ എന്നും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ദൈവമേ ഇതൊക്കെ മാറണേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതേ ഉള്ളൂ. I wish things changed like drastically, but it's a time taking process and it is going. ഒത്തിരി എല്ലാ പ്രൊഫഷനിലും ഒത്തിരി തൻ്റെയുള്ള സ്ട്രോങ് സ്ത്രീകളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരും അവരുടെ ഒപ്പീനിയൻസിന് ഈക്വലായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. സോ എല്ലാം മാറും, എല്ലാം ശരിയാവും. There will be a better tomorrow for all of us, we all men and women. താങ്ക് യു ജാരദ ചേച്ചി. ഞാനൊരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യുന്നില്ല. സക്സസ് ഇത്രയൊക്കെ ആയിട്ടും ഒറ്റപ്പെട്ട പോയ പോലെ തോന്നാറുണ്ടോന്ന്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തന്നെ സക്സസ്ഫുൾ ആണെന്ന് പറയേണ്ട വരുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് മിക്കവർക്കും എൻ്റെ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സക്സസ്സും എൻ്റെ ലോൺലിനെസ്സും ഇതൊക്കെ ഞാൻ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന എൻ്റെ കൊച്ചു കാര്യങ്ങളാണ്. ആൻഡ് സക്സസ്സും ഒറ്റയ്ക്കാവുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും അവസാനം ഒറ്റയ്ക്കാവും. വന്ന പോലെ തന്നെ എല്ലാവരും പോവുള്ളൂ, ഒറ്റയ്ക്കേ ആവുള്ളൂ. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇൻറ്റൻസ് കാര്യങ്ങളും നമ്മളെക്കാൾ ആർക്കും അറിയില്ല. സോ മീൻസ് യു അലോൺ ആൻഡ് യു ക്യാൻ ഓൺലി ഹോപ്പ് ആൻഡ് വിഷ് ദാറ്റ് സംവൺ ബീറ്റ് യുവർ പേരൻസ്. അവർ ഇത്ര നന്നായി മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കാനും ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. നമുക്ക് അതിനകത്തൊരു ഉറപ്പുമില്ല. ഒരിടത്തും അങ്ങനെയാവും എഴുതി തന്നിട്ടുമില്ല. സോ എനിക്കൊട്ടും പറ്റാത്തൊരു കാര്യം ഒറ്റയ്ക്കാവാം. പക്ഷെ ഞാൻ മിക്കപ്പോഴും ഒറ്റയ്ക്കാണ്. ആഗ്രഹമില്ലെങ്കിലും ഒറ്റയ്ക്കാണ് മിക്കപ്പോഴും എന്നുള്ളൊരു സത്യാവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ I think I've learned to be bold, or I've learned to move on each time I'm in pain or I feel left out. And yeah, you come alone, you leave alone. അപ്പം പിന്നെ ഫുൾ ടൈം ഒറ്റയ്ക്കായിരിക്കുന്നത് തന്നെയാണ്. അതാണ് അതിൻ്റെ റിയാലിറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് എല്ലാ ബിറ്റർ ആയിട്ടുള്ള കാര്യങ്ങളും എത്ര നേരത്തെ നമ്മൾ മനസ്സിലാക്കുന്നു നമുക്ക് അത്രയും നല്ലത് അല്ലേ. താങ്ക് യു സോ മച്ച് ചേച്ചി. ഐ റിയലി ലവ് യുവർ ക്വസ്റ്റ്യൻസ്. ആൻഡ് ഇതോടെ ഞാൻ ഈ ഒരു സെഷൻ റാപ്പ് ചെയ്യാണ്. ബിക്കോസ് ഇറ്റ്സ് ഗെറ്റിംഗ് ടു ലെങ്തി ആൻഡ്
അടുത്ത വട്ടത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ വട്ടം മിസ് ഔട്ട് ചെയ്തിരിക്കുക എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഞാൻ ആൻസർ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ക്വസ്റ്റ്യൻസും. ആൻഡ് ഞാനും ഫുക്രും പ്രേമത്തിലല്ല. നോ എൻ്റെ ചെറുക്കന് അത്രയും ഞാൻ വളർന്നിട്ടില്ല. ആകുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാം. നോ വേ. അപ്പം ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെഷൻ. ഐ എം സോറി ഇഫ് ഐ ബോർഡ് യു ലിറ്റിൽ. എനിക്ക് വയ്യാണ്ടിരിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യാൻ ഈ വീഡിയോ, അതുകൊണ്ട് ചെയ്തതാണ്. ആൻഡ് വൈൻഡപ്പ് ചെയ്യാൻ നേരം പ്ലീസ് ടു സബ്സ്ക്രൈബ്, ടു റിംഗ് ദ ബെൽ ബട്ടൺ, ടിങ് ടിങ്. And until I see you all next time, it's me, Rameshwari, signing off. And ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ഇടണം എന്ന് ഇട്ട് കാണുന്ന നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് കോമെൻറ്റ് ഡൗൺ ഹിയർ. താങ്ക് യു.